ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ 19ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കല്ലേ. മോനെ ശിവ. അമ്മ നെറുകയിൽ തലോടി വിളിച്ചതും ശിവ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. നേരം വെളുത്തു, മോനിന്ന് ഓഫീസിൽ പോകണ്ടേ? അതാ അമ്മ വിളിച്ചുണർത്തിയെ. രാമച്ചൻ നല്ല ഉറക്കത്തിലാണ്. ശിവ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ തൻ്റെ കൈ രാമച്ചൻ്റെ കൈകൾക്കിടയിൽ നിന്ന് വേർപെടുത്തി. നീ ഇന്നലെ മുഴുവൻ ഈ കസേരയിലിരുന്നാണോ ഉറങ്ങിയത് ശിവ? അമ്മ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ചോദിച്ചു. ഉറങ്ങിയതൊന്നുമില്ല അമ്മ, കുറച്ചു മുമ്പ് ഒന്ന് കണ്ണടച്ചേ ഉള്ളൂ. എന്നാൽ നീ കുറച്ചേരം കൂടെ കിടന്നോ. വേണ്ടമ്മ, ഇനി ഉറക്കം വരില്ല. ഞാൻ വേഗം കുളിച്ച് റെഡിയായി ദേവയുടെ അടുത്തേക്ക് പോവാൻ നോക്കട്ടെ. ഞാനിവിടേക്ക് വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ശിവ അത് പറഞ്ഞ് തിരക്കിട്ട് മുറിയിലേക്ക് പോയി. മുഖത്ത് വെളിച്ചടിച്ചപ്പോഴാണ് രേവതി കണ്ണു തുറക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കെട്ടിപ്പിടിച്ച് പാർവണ നല്ല ഉറക്കത്തിലാണ്. പാർവണ അവളെ എഴുന്നേൽപ്പിക്കാതെ പതിയെ കൈകൾ അടർത്തി മാറ്റി എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ രേവതി ആകെ ഞെട്ടി. സമയം 8 മണിയാവാറായി. അലാറം വയ്ക്കാൻ മറന്ന കാരണം അവൾ അപ്പോഴാണ് ഓർത്തത്. ഡീ തുമ്പി, എണീറ്റേ, സമയം എത്രയെന്ന വിചാരം? തുമ്പിയെ ഉറക്കത്തിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് രേവതി വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടും പാർവണ ഉറക്കം കഴിഞ്ഞ് എണീറ്റില്ല. ഡീ, നീ ഇവിടെ കിടന്നോ? ഞാൻ ഓഫീസിൽ പോവാൻ നോക്കുക. സമയം 8 മണി കഴിഞ്ഞു. രേവതി തിരക്കിട്ട് പറഞ്ഞു. പാർവണ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. 8 മണിയാ? എന്നിട്ട് നീ എന്ത് ഇത്ര നേരമായിട്ട് എന്നെ വിളിക്കാതിരുന്നേ? പാർവണ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഇതപ്പ നന്നായേ, ഞാൻ തന്നെ നേരം വൈകിയാണ് എണീറ്റേ. അപ്പൊ തന്നെ നിന്നെയും വിളിച്ചതാ. നീ എഴുന്നേക്കാത്തത് എന്റെ കുഴപ്പമില്ലല്ലോ. വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്, അപ്പോഴേക്കും ഞാൻ ചായ ഇടാം. അത് കേട്ടതും പാർവണ വേഗം ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വന്ന ശിവ വേഗം ഓഫീസിലേക്ക് പോവാൻ റെഡിയായി. ശേഷം അവൻ താഴേക്ക് വന്നതും അമ്മ കഴിക്കാനായി ഫുഡ് എടുത്തു വെച്ചിരുന്നു. അമ്മ, ഞാൻ ഇറങ്ങാ, ഇപ്പം തന്നെ ലേറ്റായി. തിരക്കിട്ട് പറഞ്ഞ് ശിവ പുറത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമോനെ? അമ്മ ഇതെല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അമ്മ അവന് പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. അവിടെ ദേവ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അമ്മ. അപ്പോൾ ഞാൻ എങ്ങനെ എവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാ? അമ്മ ഇത് ഡ്രൈവറുടെ കയ്യിൽ ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടാൽ മതി. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോളാം. ശിവ അത് പറഞ്ഞ് കാറ് മുന്നോട്ടെടുത്ത് മറ്റൊരു കാറ് അവൻ്റെ കാറിൻ്റെ മുന്നിൽ വന്നു നിന്നു. ആ കാറിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളെ കണ്ടതും ശിവ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഹായ് ശിവ, ഹൗ ആർ യു? ആ പെൺകുട്ടി അവനെ ഹഗ് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഫൈൻ മേഘന, എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ? ശിവ അവളെ തന്നിൽ നിന്നും ഏർപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ഇതെന്ത് ചോദ്യ ശിവ? ഞാൻ എൻ്റെ ദേവേട്ടനെ കാണാൻ വന്നതാ. അവാർഡ് കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അത് കേട്ടതും അടുത്ത ഫ്ലൈറ്റിന് ഇവിടെ എത്തി. ദേവേട്ടൻ എവിടെ? ദേവ ഇവിടെ ഇല്ല, അവൻ ഗസ്റ്റ് ഹൗസിലാണ്. ഞാൻ രാമച്ചനെ കാണാൻ വന്നതാ. ഓ ഗോഡ്, ആ ഓൾഡ് മാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അവൾ അത് പറഞ്ഞു. ശിവയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ആ ദേഷ്യം സ്വയം നിയന്ത്രിച്ചു. ഞാൻ ഇറങ്ങമ്മ, ബൈ മേഘന. ഓക്കെ ശിവ, ദേവണ്ണോട് ഞാൻ വന്ന കാര്യം പറയണേ. ഞാൻ ഏട്ടനെ ഓഫീസിൽ വന്ന് കണ്ടോളാം. ശിവ അതിന് മറുപടി ഒന്നും പറയാതെ വേഗം കാറെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി അമ്മ മുറ്റത്ത് തന്നെ നിന്നു. ജോഗ്യം കഴിഞ്ഞ് ഹാളിലിരുന്ന് പേപ്പർ വായിക്കായിരുന്നു ദേവ. അപ്പോഴാണ് ഓഫീസ് വേഷത്തിൽ അകത്തേക്ക് കയറി വരുന്ന ശിവയെ അവൻ കണ്ടത്. നീ അങ്ങോട്ടാ പോയത് ശിവ? നിന്നെ ഞാൻ എത്ര തവണ ഫോണിൽ വിളിച്ചു, നീ എന്താ എടുക്കാത്തെ? ദേവ പരുവത്തോടെ പറഞ്ഞു. ഇന്നലെ രാത്രി രാമച്ചന് വയ്യാതായി എന്ന് പറഞ്ഞ് അമ്മ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. നീ നല്ല ഉറക്കമായിരുന്നു, അതാ പിന്നെ ഞാൻ നിന്നെ വിളിക്കാതിരുന്നേ. രാവിലെ ഫോൺ സൈലന്റ് ആയിരുന്നു, അതുകൊണ്ട് നിന്റെ കോള് കണ്ടില്ല. ശിവ അത് പറഞ്ഞ് ദേവയുടെ അരികിലിരുന്നു. എന്നിട്ട് രാമച്ചന് ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇന്നലെ BP ലോ ആയതാ. ആ ഹോം നേഴ്സ് അവിടെ ഇല്ലായിരുന്നു. ആ സ്ത്രീക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, അതുകൊണ്ട് ഇനി അവരോട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നേഴ്സ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഓക്കെ,
നീ ഇവിടെ ഇരിക്കി, ഞാൻ വേഗം പോയി റെഡിയായി വരാം. അത് പറഞ്ഞ് കയ്യിലുള്ള ന്യൂസ് പേപ്പർ ശിവയുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് ദേവ എഴുന്നേറ്റു. ദേവ, ഒരു മിനിറ്റ്, നീ ഇവിടെ ഇരുന്നേ. എന്താടാ, എന്താ കാര്യം? ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതൊക്കെ വേണോ ശിവ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്കൊരു അവാർഡ് കിട്ടിയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യേ. ദേവ താല്പര്യമില്ലാതെ പറഞ്ഞു. അല്ലെങ്കിലും ദേവയ്ക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും പണ്ട് മുതലേ താല്പര്യമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നിന്നെ കാണാൻ ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ന് രാവിലെ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ശിവ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെയോ? ആര്? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. വേറെ ആര്, മേഘന തന്നെ. ഞാൻ രാവിലെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ നിന്നെ അന്വേഷിച്ചിരുന്നു. ഞാൻ നീ ഇവിടെയാന്ന് പറഞ്ഞപ്പോൾ നിന്നെ കാണാൻ ഓഫീസിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ആ മാരണത്തിൽ ഇപ്പം എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്ത മനുഷ്യന്റെ സമാധാനം കളയാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. അത് പറഞ്ഞ ദേവ നേരെ മുകളുടെ മുറിയിലേക്ക് കയറിപ്പോയി. പണ്ട് മുതലേ ദേവയ്ക്ക് മേഘനയെ ഇഷ്ടമായിരുന്നില്ല. ദേവയുടെ അമ്മായിയുടെ മകളാണ് മേഘന. ദേവയ്ക്ക് അത്യാവശ്യം പണവും പ്രശംസയൊക്കെ ആയപ്പോൾ അവൾ ദേവയുടെ പിന്നാലെ അങ്ങ് കൂടി. അവൾ ദേവയെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നടക്കാണ് ഇപ്പോൾ. അവളിപ്പോൾ ഫയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലായിരുന്നു. പക്ഷെ ദേവയ്ക്ക് അവാർഡ് കിട്ടിയതറിഞ്ഞ് അവൾ നാട്ടിലേക്ക് വന്നതാണ്. ദേവയ്ക്കാണെങ്കിൽ മേഘനയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളുടെ സാന്നിധ്യം അവൻ എപ്പോഴും ഒരു ശല്യമാണ്. ദേവ വരുന്നത് വരെ ശിവ ഹാളിൽ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നു. അവൻ വന്നത് അവർ ഇരുവരും വേഗം ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് പോയി. ഒന്ന് വേഗം നടക്ക് പെണ്ണെ, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി ആ കാലൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ നടക്കല്ലേ, ഇതിന് സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റില്ല തുമ്പി. അവരിരുവരും ഓഫീസിലേക്ക് കയറിയതും അവിടെ ആകെ അന്തം വിട്ടു നിന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.